നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. പത്രിക സമർപ്പിക്കാൻ രാഹുൽ വയനാട്ടിൽ. എന്നും വയനാടിനൊപ്പമെന്ന് രാഹുൽ ഗാന്ധി. കൽപ്പറ്റയിൽ UDFന്റെ വൻ റോഡ് ഷോ. ആനി രാജ പത്രിക നൽകി. പത്തനംതിട്ടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന് വിട ചൊല്ലി നാട്. തുലാപ്പള്ളി സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം. വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ വീണ കടുവയെ മയക്കുവെടിവെക്കും. തൃശൂർ അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ. ഇടുക്കി ചിന്നക്കനാലിൽ സ്പെഷ്യൽ RRT യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂരിൽ TTE തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന് FIR. വിനോദിനെ പ്രതി തള്ളിയിട്ടത് പിന്നിൽ നിന്ന്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. രജനീകാന്ത മദ്യപിച്ച് ജോലിക്കെത്തുന്ന ആളെന്ന് ബാർ ഹോട്ടൽ ഉടമ. വിനോദിന്റെ സംസ്കാരം വൈകിട്ട്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 75 രൂപ കൂടി 6410 രൂപയായി. ഒരു പവൻ സ്വർണത്തിന് വില 51,000 കടന്നു. അരുണാചലിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. വട്ടിയൂർക്കാവ് പോലീസ് അരുണാചലിലേക്ക്. മരിച്ച നവീന കേന്ദ്രീകരിച്ച അന്വേഷണം. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിക്കും. IPL ഇന്ന് കൊൽക്കത്ത ഡൽഹിയെ നേരിടും. മത്സരം രാത്രി 7:30 വിശാഖപട്ടണത്ത്. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗാൾ പോരാട്ടം. ആദ്യം നോക്കാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ.